ഹായ് എല്ലാ കൂട്ടുകാർക്കും മൈ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ആക്യൂഷ്യൂറിൻ്റെ AS സീരീസിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് ഡിജിറ്റൽ BP മോണിറ്ററാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം ഗൈസ്. ഇതാണ് അക്യൂഷ്യൂറിൻ്റെ BP മോണിറ്റർ വരുന്ന പാക്കേജ് എന്ന് പറയുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പാക്കേജാണ്. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. മോഷൻ ഡിറ്റക്ടർ ഉണ്ട്, വൺ ടച്ച് ഓപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ WHO ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റൊക്കെ ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്ട്രാ ലാർജ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒപ്പം USB-C ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. 2+2 ഇയർ വാറൻറ്റിയും കിട്ടുന്നുണ്ട്. മാനുഫാക്ചറിങ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഡിസംബർ 2022. ഇമ്പോർട്ട് ഡേറ്റ് ജനുവരി 2023. ഒരു ചൈനീസ് പ്രോഡക്റ്റ് കൂടിയാണിത്. ഇവിടെ ആയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രോഡക്റ്റ് സൈസ് ഉണ്ട്, കപ്പ് സൈസ്, വെയിറ്റ്, അതുപോലെ തന്നെ പവർ സോഴ്സായിട്ട് വരുന്നത് USB-C ടൈപ്പ് പോർട്ടും വരുന്നുണ്ട്. ഒപ്പം 4 1.5 AA ബാറ്ററീസാണ് ഇത് പവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ വരുന്നത് ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള ക്യാരി പൗച്ചാണ് എന്ന് കരുതി ആരും വെള്ളത്തിലൊന്നും കൊണ്ടിടരുത്. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസ് നമുക്ക് കാണാം. അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ പൗച്ചിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഹാൻഡ് കഫാണ് വന്നിരിക്കുന്നത്. കേബിളോടുകൂടിയ ഹാൻഡ് കഫാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു കവറിനകത്ത് നമുക്ക് ബാറ്ററീസ് വന്നിട്ടുണ്ട്. 4 AA ടൈപ്പ് ആൽക്കലൈൻ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഒപ്പം ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇത്തരത്തിലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഒപ്പം ഒരു വാറണ്ടി കാർഡും വരുന്നുണ്ട്. ഇതിന് മൊത്തം 4 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. ബാക്കിലായിട്ട് ബാറ്ററി ഇടാനുള്ള സ്പേസ് ഉണ്ട്. സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ല്, USB-C ടൈപ്പ് പോർട്ട്, അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് കഫ് കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ടും വരുന്നുണ്ട്. ഈ മെഷീനിൽ വന്നിരിക്കുന്നത് എക്സ്ട്രാ ലാർജ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വാല്യൂസ് എല്ലാം കാണാൻ വളരെ ഈസിയാണ്. അതുമാത്രമല്ല ഒരു ടിൽറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീഡിങ്സൊക്കെ വായിക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. മാത്രമല്ല ഇതിനകത്ത് റിസ്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ BP നോർമൽ ആണോ ഹൈ ആണോ എന്നൊക്കെ ഉള്ളത്. ഒപ്പം ഇതിൻ്റെ കൂടെ വരുന്നൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു കഫാണ്. ഏതൊരാൾക്കും സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കഫാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുമാത്രമല്ല ഈസി ടു ക്യാരി ആണ്. നമുക്ക് അതിൻ്റെ പൗച്ചിലിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കും ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത്. മാത്രമല്ല ഈസി ഓപ്പറേഷനാണ്. നമ്മളിതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ വെറും 50 സെക്കൻഡിനുള്ളിൽ നമുക്ക് റീഡിങ് ഫുള്ളായിട്ട് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് റീഡിങ് നമുക്ക് തരുന്നതായിരിക്കും. നമുക്കിതിൻ്റെ ബാക്കിലെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ബാറ്ററി ഇട്ടിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ബാറ്ററി ഇടാനുള്ള സ്പേസ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ബാറ്ററീസ് നമുക്ക് അതിൻ്റെ കവർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ 60 സെറ്റ് ഓഫ് മെമ്മറീസ് ഇതിന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല 2 യൂസറുടെ ഡേറ്റാസ് വരെ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാറ്ററി ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. നമ്മുടെ പവർ ബാങ്കിലോ മൊബൈൽ ചാർജറോ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഏതിലും ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതിനകത്ത് C ടൈപ്പ് പോർട്ടിൽ നമുക്ക് കേബിൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കേബിൾ ബോക്സിൽ വരുന്നില്ല. നമുക്ക് കേബിൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഇല്ലെന്ന് ഓർത്ത് നമുക്ക് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന ഹാൻഡ് കഫ്. അത് നമുക്ക് ഈ മെഷീൻ്റെ സൈഡിലുള്ള പോർട്ടിലാണ് കണക്ട് ചെയ്യാനുള്ളത്. നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വളരെ പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവലിലൊന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്. നമ്മളാദ്യം അതിനകത്ത് ബാറ്ററിയോ അല്ലെങ്കിൽ USB കേബിളോ കണക്ട് ചെയ്യുക. എന്നിട്ട് ഹാൻഡ് കഫ് അതിലേക്ക് ആ മെഷീനിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ശേഷം ഹാൻഡ് കഫ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ധരിക്കുക.
ഏകദേശം എൽബോയുടെ 2 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് വേണം ഇത് ധരിക്കാനായിട്ട്. അത് എങ്ങനെയാണെന്നുള്ള ചിത്രമൊക്കെ ദാണ്ട് ഈ ഹാൻഡ് കഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ആദി ഫ്രീക്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഓണറായിട്ടുള്ള ആദിത്യരാജ് പി ആണ് വന്നിരിക്കുന്നത്. ആദിത്യരാജ് ആദ്യമായിട്ടാണ് ഇങ്ങനെ BP ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ടെൻഷനൊക്കെ അവൻ്റെ മുഖത്ത് കണ്ട് നമ്മളങ്ങനെ ആ ഹാൻഡ് കഫ് അവൻ്റെ കയ്യിലേക്ക് വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ശേഷം നമ്മുടെ മെഷീൻ എടുത്തിട്ട് അതിനകത്ത് ഓൺ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ട് അതിലേക്ക് പ്രഷർ വന്നു തുടങ്ങും. അതിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ആദ്യത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ആദ്യത്തിൻ്റെ ചിരിയൊക്കെ വരുന്നുണ്ട്. അത് ടൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് റീഡിങ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 50 സെക്കൻഡാണ് ഇത് BP അതായത് റിസൾട്ട് തരാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ആദ്യത്തിന് ചിരിയൊക്കെ വരുന്നുണ്ട്. അത് നന്നായിട്ട് മുറിവിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് സ്പീഡ് കൂട്ടി വിടുകയാണ്. 50 സെക്കൻഡ് വെയിറ്റ് ചെയ്യണമല്ലോ. അതാണ് റിസൾട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തിൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണെന്നറിയാൻ ആദ്യത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് കഫൊക്കെ അഴിച്ചു, എന്നിട്ട് റീഡിങ് കാണിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ നേരെ പച്ചയിലാണ് വന്ന് നിൽക്കുന്നത്. BP നോർമലാണ്. ഇപ്പോൾ ഇതിൻ്റെ വില ചെക്ക് ചെയ്യാനായിട്ടും വാങ്ങാനായിട്ടുള്ള ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പല മോഡലുകളും അവൈലബിൾ ആണ്. ഇത് കുറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ബാക്ക് ലൈറ്റ് മാറി വരുന്ന പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഡിസ്പ്ലേകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വാങ്ങുക. ഞാൻ ഒരുപാടെണ്ണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.